السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب ولجميع المؤمنين والمؤمنات. സ്നേഹം നിറഞ്ഞ മുത്തഅല്ലിമുകളെ, സാബിഖീങ്ങളുടെയും അസ്ഹാബുൽ യമീനിൻ്റെയും അസ്ഹാബുൽ ഷിമാലിൻ്റെയും ആഖിറത്തിലുള്ള അവസ്ഥകൾ പറഞ്ഞു. പുനർജന്മത്തെ അനുസ്മരിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെയും കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞു. ഇനി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അപാരമായ ഖുദ്റത്തിന്റെ മേൽ അറിയിക്കുന്ന ഏതാനും കാര്യങ്ങൾ പറയുകയാണ്. അവൻ ചെയ്തു തന്ന മഹത്തായ അനുഗ്രഹങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ശുക്ർ ചെയ്യേണ്ടതിന്റെ ബാധ്യത അള്ളാഹു തആല നമ്മെ ഉണർത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫറഅയ്തും മാ തുംനൂൻ أأنتم تخلقونه أم نحن الخالقون نحن قدرنا بينكم الموت وما نحن بمسبوقين على أن نبدل أمثالكم وننشئكم فيما لا تعلمون ولقد علمتم النشأة الأولى فلولا تذكرون أفرأيتم ما تحرثون أأنتم تزرعونه أم نحن الزارعون لو نشاء لجعلناه حطاما فظلتم تفكهون إنا لمغرمون بل نحن محرومون أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون أفرأيتم النار التي تورون أأنتم أنشأتم شجرتها أم نحن المنشئون نحن جعلناها تذكرة ومتاعا للمقوين فسبح باسم ربك العظيم. صدق الله العظيم. أفرأيتم, നിങ്ങളൊന്ന് പറഞ്ഞു തരൂ. അഖ്ബിറൂനി എന്നാണ് ഇതിന്റെ ഉദ്ദേശാർത്ഥം. ഹംസ ഇസ്തിഫാമിന്റെ ഹംസയാണ്. റഅ റഅയ റഔ റഅത് റഅത റഅയ്ന റഅയ്ത റഅയ്തുമാ റഅയ്തും. ഈ റഅയ്തും എന്ന ഫിയലില് ഹംസയും ഫാഉം പ്രവേശിച്ചതാണ് അഫറഅയ്തും. നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നതൊക്കെയാണ് ഭാഷാർത്ഥം. കണ്ടു കഴിഞ്ഞാൽ കണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയുമല്ലോ, അതാണ് ഉദ്ദേശം. നിങ്ങൾ അറിയിച്ചു തരൂ, പറഞ്ഞു തരൂ. മാ തുംനൂന, നിങ്ങൾ വിക്ഷേപിക്കുന്ന ഇന്ദ്രിയത്തെ, മനീയിനെ നിങ്ങളൊന്ന് വിവരിച്ചു തരൂ, അതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു തരൂ. തുരീഖൂനൽ മനീയ ഫി അർഹാമിൻ നിസ, സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ നിങ്ങൾ വിക്ഷേപിക്കുന്ന, നിങ്ങൾ ഒഴുക്കുന്ന, നിങ്ങൾ സ്രവിക്കുന്ന ഇന്ദ്രിയത്തുള്ളിയെ, മനീയിനെ കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. അല്ലാഹു തആല നമ്മെ ചിന്തിപ്പിക്കുകയാണ്. അഅൻതും, നിങ്ങളാണോ തഖ്ലുഖൂനഹു, ആ മനീയിനെ, ആ ബീജത്തുള്ളിയെ ഒരു മനുഷ്യനായിട്ട് സൃഷ്ടിക്കുന്നത്? അതല്ല അം നഹ്നുൽ ഖാലിഖൂന, നമ്മളാണോ അതിനെ പടക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞു തരൂ. വലിയൊരു അപാരമായ ഒരു സംഭവം തന്നെയാണല്ലോ എല്ലാ ജീവികളുടെയും ജനനം. കോടാനുകോടി അണുക്കളുള്ളതായ ഒരു സമയത്ത് വിക്ഷേപിക്കപ്പെടുന്ന, പുറന്തള്ളപ്പെടുന്ന നുത്ഫത്തിൽ നിന്ന്
ഒരു കോശം ഒരണുവുമായി സ്ത്രീയുടെ നുതുഫത്ത് അണ്ടം സംയോജിച്ച് ബീജമായിട്ട് അതൊരു കുഞ്ഞായി മാറുന്നു, ഒരു മനുഷ്യനായി മാറുന്നു. ആർക്ക് സാധിക്കും ഇങ്ങനെ ഒരു കാര്യം സംവിധാനിക്കാൻ, ഇങ്ങനെയൊന്ന് സൃഷ്ടിക്കാൻ? അല്ലാഹു തആല മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുകയാണ്. അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, നിങ്ങളാണോ അതല്ല നമ്മളാണോ ആ മനിയനെ മനുഷ്യനാക്കി മാറ്റുന്നത്? ഇവിടെ ഖിറാഅത്തുകൾ 2 ഹംസ അടുത്തടുത്ത് വന്നു. ഇസ്തിഫാമിന്റെ ഹംസ, അൻതും എന്ന ലമീറിന്റെ ഹംസയും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 4-5 സ്ഥലങ്ങളിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ എല്ലാമുള്ള ഖിറാഅത്ത് പറയുകയാണ് ബി തഹ്ഖീഖിൽ ഹംസതൈനി, 2 ഹംസയെയും തഹ്ഖീഖാക്കിയിട്ട്, വ ഇബ്ദാലി സാനിയത്തി അലിഫൻ, 2-ാം ഹംസയെ അലിഫാക്കി മറിച്ചിട്ട്, വ തസ്ഹീലിഹ, 2-ാം ഹംസയെ തസ്ഹീൽ ചെയ്ത് യാ ആക്കിയിട്ട്, വ ഇദ്ഖാലി അലിഫിൻ ബൈനൽ മുസഹലത്തി വൽ ഉഖ്റ, തസ്ഹീൽ ചെയ്യപ്പെട്ട ഹംസയുടെയും വൽ ഉഖ്റ, 1-ാം ഹംസയുടെയും മറ്റേ ഹംസയുടെയും ഇടയിൽ ഒരു അലിഫിനെ കൊടുത്തിട്ട്, വ തർക്കിഹി, അലിഫിനെ കൊടുക്കാതെയും. ഇങ്ങനെ എല്ലാം ഖിറാഅത്തുണ്ട്. അഅൻതും, ആൻതും, അയൻതും, ആയൻതും, ഇങ്ങനെയെല്ലാം ഖിറാഅത്തുണ്ട്. ഫിൽ മവാദിഇൽ അർബഅ, ശേഷം പറയുന്ന 4 സ്ഥലങ്ങളിലും ഇതുപോലത്തെ ഖിറാഅത്തുകളുണ്ട്. നിങ്ങളാണോ തഖ്ലുഖൂനഹു അൽ മനിയ ബശറൻ, മനിയനെ ബശറായിട്ട് മനുഷ്യനായിട്ട് പടക്കുന്നത്? അം അതല്ല നഹ്നു നമ്മളാണോ അൽ ഖാലിഖൂന ഈ ബീജത്തെ മനുഷ്യനായി പടക്കുന്നത്? നഹ്നു ഖദ്ദർന ബിത്തശ്ദീദി ഖദ്ദർന വത്തഖ്ഫീഫി ഖദർന, നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് ബൈനക്കും നിങ്ങൾക്കിടയിൽ അൽ മൗത്ത, മരണത്തെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. അതതിന്റെ മുറ പോലെ നടക്കുക തന്നെ ചെയ്യും, കൃത്യസമയത്ത് തന്നെ നടക്കും. വമാ നഹ്നു ഒരിക്കലും നമ്മളല്ല, ബിമസ്ബൂഖീന അശക്തരല്ല. മസ്ബൂഖീൻ എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുത്തപ്പെടുന്നവൻ, മറികടക്കപ്പെടുന്നവൻ. അവനെ മറികടന്നു കഴിഞ്ഞാൽ അവൻ പരാജയപ്പെട്ടല്ലോ, വിജയിക്കാൻ കഴിഞ്ഞില്ല, അശക്തനായി. അതാണ് ഇവിടെ മുഫസ്സിർ റഹ്മത്തുള്ളാഹി തഫ്സീർ എടുക്കുന്നത്. ബിആജിസീന, വമാ നഹ്നു നമ്മളല്ല, ബിആജിസീന അശക്തരല്ല. എന്തിനെ തൊട്ട് അശക്തരല്ല? അല അന്നിന്റെ മാനാക്ക്, അല അൻ അന്നുബദ്ദില, നമ്മൾ പകരമാക്കലിനെ തൊട്ട് നമ്മൾ അശക്തരല്ല. ഐ നജ്അല അംസാലക്കും, നിങ്ങളെപ്പോലത്തെ വസ്തുക്കളെ, നിങ്ങളെപ്പോലത്തെ ജീവികളെ, മനുഷ്യരെ പടക്കലിനെ തൊട്ട് നമ്മൾ അശക്തരല്ല. മക്കാനക്കും, നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളെപ്പോലത്തെ മറ്റ് ജനങ്ങളെ പടക്കലിനെ തൊട്ട് നമ്മൾ ഒരിക്കലും അശക്തരല്ല. നിങ്ങൾക്ക് നമ്മൾ മരണം കണക്കാക്കിയിട്ടുണ്ട്, ആ മരണം നടക്കും. ആ മരണം നടന്നു കഴിഞ്ഞാൽ അതിന്റെ സ്ഥാനത്ത് നിങ്ങളെപ്പോലത്തെ മറ്റൊരു തലമുറയെ, മറ്റൊരു വിഭാഗത്തെ നമ്മൾ പടക്കും. അതിനെ തൊട്ട് നമ്മൾ അശക്തരല്ല. മാത്രവുമല്ല വനുൻഷിഅക്കും, നിങ്ങളെ സൃഷ്ടിക്കലിനെ തൊട്ടും പടക്കലിനെ തൊട്ടും നമ്മൾ അശക്തരല്ല. നഖ്ലുഖക്കും, നിങ്ങളെ സൃഷ്ടിക്കലിനെ തൊട്ടും നമ്മൾ അശക്തരല്ല. ഫീമാ ലാ തഅലമൂന, നിങ്ങൾക്കറിയാത്ത രൂപത്തിൽ. ഫീമ യാ ഒന്നിൽ നിങ്ങളെ പടക്കുക. ആ ഒന്നുകൊണ്ട് ഉദ്ദേശം മിനസ്സുവർ, സൂറത്തുകൾ. കൽ ഖിറദതി വൽ ഖനാസിരി, കുരങ്ങുകളുടെയും പന്നികളുടെയും രൂപത്തിൽ, നിങ്ങൾ നിനക്കാത്ത, നിങ്ങൾ മനസ്സിലാക്കാത്ത, നിങ്ങൾക്കറിയാത്ത രൂപത്തിൽ നിങ്ങളെ പടക്കലിനെ തൊട്ടും നമ്മൾ അശക്തരല്ല. വേണ്ടി വന്നാൽ നമ്മൾ അങ്ങനെയും പടക്കും. നിങ്ങളെ കുരങ്ങാക്കി മാറ്റും, നിങ്ങളെ പന്നികളാക്കി മാറ്റും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതിനെ തൊട്ടൊന്നും നമ്മൾ അശക്തരല്ല. വലഖദ് അലിംതും, നിശ്ചയം നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടല്ലോ, അന്നശഅത്തൽ ഊല, ഒന്നാമത്തെ സൃഷ്ടിപ്പിനെ, നിങ്ങളുടെ പ്രഥമ സൃഷ്ടിപ്പിനെ നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടല്ലോ. വഫീ ഖിറാഅത്തിൻ ബിസുകൂനി ശീനി, നശഅത്ത് നശാഅത്ത് 2 ഖിറാഅത്തുണ്ട്. നിങ്ങളുടെ ആദ്യത്തെ പടക്കലിനെ നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ നിഷേധിക്കുന്നില്ലല്ലോ. കാരണം നിങ്ങൾ ജീവിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഇപ്പോൾ ജീവിക്കാൻ ആവശ്യമായ ഈ സൃഷ്ടിപ്പ് നിങ്ങളെ ആര് പടച്ചു? അള്ളാഹു പടച്ചു. അതിനെ നിങ്ങൾ നിഷേധിക്കുന്നില്ല, നിങ്ങൾ അത് ഉറപ്പിക്കുന്നുണ്ടല്ലോ. ഫലൗല തദക്കറൂന, എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല? ഇങ്ങനെ ഒന്നാമത് നിങ്ങളെ പടക്കാൻ കഴിവുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല രണ്ടാമതും നിങ്ങളെ പടക്കും എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല? അവനിക്കതിന് സാധിക്കുമെന്ന് എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല? ഒരു ഇന്ദ്രിയത്തുള്ളിയെ മനുഷ്യനാക്കി മാറ്റിയവനല്ലേ അവൻ, നിർജീവമായ ഇന്ദ്രിയത്തുള്ളിയെ. നിങ്ങൾക്ക് കഴിയുമോ? ആ റബ്ബിനിക്ക് കഴിഞ്ഞില്ലേ? അവന്
അതുപോലെ നിങ്ങളെ വീണ്ടും പടക്കുമെന്ന് എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല? ഫലൗല തദക്കറൂന. തദക്കറൂന എന്നാണ് അസ്ല്. ഫിഹി ഈ തദക്കറൂന എന്നതിലുണ്ട് ഇദ്ഗാമു താ ഇസ്സാനിയ, രണ്ടാം താഇനെ ഇദ്ഗാം ചെയ്യലുണ്ട്. തദക്കറൂന ഫിൽ അസ്ലി, അസ്ലിലുള്ള രണ്ടാം താഇനെ ഇദ്ഗാം ചെയ്തു. ഫിൽ ദാലി, ദാലിൽ ഇദ്ഗാം ചെയ്തു. തദക്കറൂന എന്നിടത്ത് രണ്ടാം താഇനെ ദാലായി മറിച്ച് മറ്റേ ദാലിൽ ഇദ്ഗാം ചെയ്ത് തദക്കറൂന. തദക്കറൂന എന്ന ഖിറാഅത്തുമുണ്ട്. അതുപോലെ അല്ലാഹു തആല ചോദിക്കുകയാണ്, അഫറഅയ്തും, നിങ്ങളൊന്ന് പറഞ്ഞു തരൂ, മാ തഹ്റുസൂന, നിങ്ങൾ വിതക്കുന്ന വിത്തുകളെ കുറിച്ച് പറഞ്ഞു തരൂ. ഐ തുസീറൂനൽ അർള, ഭൂമിയെ നിങ്ങൾ കിളച്ചു മറിക്കുന്നു. എന്നിട്ട് വതുൽഖൂനൽ ബദ്റ ഫിഹ, ബദ്റുകളെ വിത്തുകളെ നിങ്ങൾ ആ ഭൂമിയിൽ കൃഷി ചെയ്യുന്നു, നടുന്നു, കുഴിച്ചിടുന്നു. അങ്ങനെ ഭൂമിയെ ഉഴുത് മറിച്ച് നിങ്ങൾ വിത്തിറക്കുന്ന ആ വിത്തുകളെ കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. അഅൻതും, നിങ്ങളാണോ തസ്റഊനഹു, ആ വിത്തുകളെ മുളപ്പിക്കുന്നവൻ, തുമ്പിത്തൂനഹു, ശക്തമായ ഉറച്ച മണ്ണാണെങ്കിൽ പോലും ആ ഉറച്ച മണ്ണിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആ വിത്ത് മുളച്ച് അതിന്റെ നാമ്പ് പുറത്തു വരുന്നു. വലിയ അത്ഭുതം തന്നെയല്ലേ ഇത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ കൃഷി ചെയ്യുന്നതാവട്ടെ, അല്ലാതെ ഭൂമിയിൽ വീണ് മുളക്കുന്ന വിത്തുകളാവട്ടെ, നല്ല ഉറച്ച മണ്ണിൽ വിത്ത് വീണ് അല്ലെങ്കിൽ വിത്ത് നമ്മൾ കുഴിച്ചിട്ട് കൃഷി ചെയ്ത് അതിന്റെ മുകളിൽ വല്ല കല്ലുകളോ ചരൽ കല്ലുകളോ അല്ലെങ്കിൽ ഉരുണ്ട പാറക്കല്ലുകളൊക്കെ വന്നാലും ആ മണ്ണിനെ എല്ലാം വകഞ്ഞു മാറ്റിയിട്ട് നിസ്സാരമായ, നമ്മളൊന്ന് ഞൊടിച്ചു കഴിഞ്ഞാൽ തെറിച്ചു പോകുന്ന അത്രയും ഉറപ്പ് കുറഞ്ഞ ഇതിന്റെ തൂമ്പുകൾ പുറത്തേക്ക് വരുന്നു. ആരാണിത് പുറത്തെത്തിക്കുന്നത്? ആരാണിത് മുളപ്പിക്കുന്നത്? നിങ്ങളാണോ അതല്ല നമ്മളാണോ? അല്ലാഹു തആല ചോദിക്കുകയാണ്, അഅൻതും തസ്റഊനഹു, നിങ്ങളാണോ ആ വിത്തിനെ മുളപ്പിക്കുന്നത്? അം നഹ്നു സാരിഊൻ, അതല്ല നമ്മളാണോ മുളപ്പിക്കുന്നവൻ? ലൗ നശാഉ, നമ്മൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, നമ്മൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ലജഅൽനാഹു, ആ മുളച്ചു വരുന്ന നിങ്ങളുടെ കൃഷികളെ നമ്മൾ ആക്കുമായിരുന്നു, ഹുതാമൻ, ഉണങ്ങിയ ചണ്ടികളാക്കുമായിരുന്നു, നബാത്തൻ യാബിസൻ ലാ ഹബ്ബ ഫീഹി, ധാന്യങ്ങൾ മുളക്കാത്ത, കായ്ഫലം നൽകാത്ത ഉണങ്ങിയ ചെടികളാക്കി നമ്മൾ മാറ്റുമായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ചാൽ അതിന് നമുക്ക് സാധിക്കും. അങ്ങനെ ആക്കി കഴിഞ്ഞാലോ, ഫളൽതും, അസ്ലുഹു ലലിൽതും ബികസ്രിൽ ലാമി, ഹുദിഫത്ത്, ലാമിനെ കളയപ്പെട്ടു, തഖ്ഫീഫൻ, ഖിഫത്തിന് വേണ്ടി ലാമിനെ കളയപ്പെട്ടു, സഞ്ചാനിൽ പിടിച്ചു. ഐ അഖംതും നഹാറൻ, നിങ്ങൾ പ്രഭാത സമയത്ത്, പകൽ സമയത്ത് നിങ്ങൾ ആയിത്തീരും. തഫക്കഹൂന, നിങ്ങൾ അത്ഭുതപ്പെട്ടു പോവും. ഹുദിഫത്ത് മിൻഹു ഇഹ്ദത് താഇനി ഫിൽ അസ്ലി, അസ്ലിൽ ഉണ്ടായിരുന്ന രണ്ട് തായിൽ ഒരു താഇനെ കളയപ്പെട്ടു. തതഫക്കഹൂന, തഫഅല യതഫഅലു, തഫഉൽ ബാബിന്റെ മുളാരിയുടെ തുടക്കത്തിൽ രണ്ട് താ വരുമ്പോൾ രണ്ടാലൊന്നിനെ കളയാം, രണ്ടിനെയും നിലനിർത്താം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ സഞ്ചാനിൽ, അജ്നാസിൽ തന്നെ. എന്താണ് അർത്ഥം? തഅജബൂന മിൻ ദാലിക്, നിങ്ങൾ ആശ്ചര്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ പറയും, വതഖൂലൂന, നിങ്ങൾ പറയും, ഇന്നാ ലമുഗ്റമൂൻ, നിശ്ചയം നമ്മൾ കടക്കണിയിൽ അകപ്പെട്ടല്ലോ. നഫഖത സർഇന, നമ്മുടെ ഈ കൃഷിയുടെ ചെലവുകളൊക്കെ നമുക്ക് കടബാധ്യതയായി വരുമല്ലോ. എന്താണ് ഇതൊക്കെ ഉണങ്ങിയിട്ട് കായ്ഫലങ്ങളൊന്നും നൽകാതെ, ധാന്യങ്ങളൊന്നും കായ്ക്കാതെ പോയിരിക്കുന്നത് എന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ട് പറയില്ലേ? ബൽ എന്നല്ല, നഹ്നു മഹ്റൂമുന, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ റിസ്ക് നമുക്ക് തടയപ്പെട്ടല്ലോ എന്ന് നിങ്ങൾ പറയും. നമ്മൾ ഉദ്ദേശിച്ചാൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയില്ലേ? ബൽ, നമ്മൾ കടബാധ്യതരായി എന്ന് മാത്രമല്ല, നഹ്നു മഹ്റൂമുന മംനൂഉന റിസ്ഖന, നമ്മൾ മംനൂഇങ്ങളാണ്, തടയപ്പെട്ടവരാണ്, റിസ്ഖന, നമ്മുടെ റിസ്ക് തടയപ്പെട്ടവരായല്ലോ എന്ന് നിങ്ങൾ പറയും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിവില്ലേ? എന്തുകൊണ്ട് ഇതൊന്നും ആലോചിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനനുസരിച്ച് ശുക്ർ ചെയ്യുന്നില്ല? വീണ്ടും അല്ലാഹു തആല ചോദിക്കുകയാണ്,
അഫറ ഐത്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ പാനം ചെയ്യുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് പറഞ്ഞു തരൂ. അൻതും, നിങ്ങളാണോ അൻസൽതുമൂഹു, ആ വെള്ളത്തെ ഇറക്കിയത് മിനൽ മുസ്നി, കാർമുകിലുകളിൽ നിന്ന്, കാർമേഘങ്ങളിൽ നിന്ന്. മുസ്ന എന്ന് പറഞ്ഞാൽ അസ്ഹാബ്, ജംഉ മുസ്നത്തിൻ, മുസ്നത്തിന്റെ ജംആണ് മുസ്ന്. കാർമേഘങ്ങളിൽ നിന്ന് ആ വെള്ളത്തെ വർഷിപ്പിച്ചത് നിങ്ങളാണോ? അതല്ല അം നഹ്നുൽ മുൻസിലൂൻ, നമ്മളാണോ ആ വെള്ളം ഭൂമിയിലേക്ക് ഇറക്കിയവൻ? നിങ്ങൾ ചിന്തിക്കണ്ടേ, നിങ്ങൾ ആലോചിക്കണ്ടേ? അല്ലാഹു തആലയുടെ ഗൗരവമായി ചിന്തിപ്പിക്കലാണ്. നമ്മളും ഗൗരവത്തോടു കൂടെ തന്നെ ഈ ആയത്തിനെ മനസ്സിലാക്കണം. നമ്മുടെ വെള്ളത്തിന്റെ ഉപയോഗങ്ങളൊക്കെ അമിതമാണ്. ഒരു കൈ കഴുകുകയാണെങ്കിൽ ടാപ്പ് തുറന്നിട്ടിട്ട് അങ്ങനെ കൈ കഴുകും. പിന്നെ നമ്മൾ സോപ്പോ ഹാൻഡ് വാഷോ എന്തെങ്കിലും എടുക്കുമ്പോഴൊക്കെ ടാപ്പ് ഇവിടെ ഓപ്പൺ ആയിരിക്കും, വെള്ളം അങ്ങനെ പോകുന്നുണ്ടാവും. ഉളു എടുക്കുമ്പോൾ മുഖം ഒരു പ്രാവശ്യം കഴുകിയിട്ട്, അല്ലെങ്കിൽ കൈ ഒരു പ്രാവശ്യം കഴുകിയിട്ട്, ആ കൈയോ മുഖവോ ഉരച്ച് കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ടാപ്പ് അവിടെ ഓപ്പൺ ആയിട്ട് വെള്ളം വേസ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. ആ ഉരക്കുന്ന സമയം ടാപ്പ് പൂട്ടാലോ, ഓഫ് ചെയ്യാലോ. ഇങ്ങനെ അനാവശ്യമായിട്ട് നമ്മൾ വെള്ളത്തിന്റെ കാര്യത്തിലൊന്നും നമുക്കൊരു ശ്രദ്ധയും ഇല്ലാതായിരിക്കുന്നു. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ കേരളത്തിൽ വെള്ളം കാശ് കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥയൊന്നുമില്ല. നമ്മുടെ കേരളം വിട്ടു കഴിഞ്ഞാൽ തന്നെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ തന്നെ വെള്ളത്തിന് ക്ഷാമമല്ലേ. വെള്ളം സംസ്കരിച്ച്, കടൽ വെള്ളവും മറ്റൊക്കെ സംസ്കരിച്ച് കാശ് കൊടുത്ത് വാങ്ങുകയല്ലേ. നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? നിങ്ങളാണോ ആകാശത്തിൽ നിന്ന് ഈ വെള്ളത്തെ ഇറക്കിയത്, മേഘങ്ങളിൽ നിന്ന് വെള്ളത്തെ ഇറക്കിയത്? ഗൗരവപ്പെട്ട ചോദ്യമല്ലേ അല്ലാഹു തആല ചോദിക്കുന്നത്. അല്ലാഹു തആല പറയുകയാണ്, ലൗ നശാഉ, നമ്മൾ ഉദ്ദേശിച്ചാൽ, ജഅൽനാഹു, ആ വെള്ളത്തെ നമ്മളാക്കും, ഉജാജൻ മിൽഹൻ, ഉപ്പുവെള്ളമാക്കും, ലാ യുംകിനു സുർബു, പിന്നെ നിങ്ങൾക്കത് കുടിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് കുടിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഉപ്പുവെള്ളമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. നമ്മൾ ഉദ്ദേശിച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്യും. നമ്മൾ അങ്ങനെ ചെയ്യാതെ ശുദ്ധമായ നൽതണ്ണീറിനെ കാർമേഘങ്ങളിൽ നിന്ന് നമ്മൾ ഇറക്കിത്തരുന്നു. പക്ഷേ ഫലൗലാ തഷ്കുറൂൻ, എന്താണ് നിങ്ങൾ അതിലേക്ക് ശുക്ർ ചെയ്യാത്തത്? ഫഹല്ലാ തഷ്കുറൂൻ, എന്തുകൊണ്ട് നിങ്ങൾ ശുക്ർ ചെയ്യുന്നില്ല? അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല, ദുരുപയോഗം ചെയ്യുന്നു. നമ്മൾ ശ്രദ്ധിക്കണം. അനാവശ്യമായിട്ട് നമ്മൾ പാഴാക്കി കളയരുത്. ഇഷ്ടം പോലെ വെള്ളം കിണറ്റിലുണ്ട്, പുഴയിലുണ്ട്, കുളത്തിലുണ്ട് എന്ന് കരുതിയിട്ട്, നമ്മുടെ ജലസ്രോതസ്സിൽ ധാരാളം വെള്ളമുണ്ട് എന്ന് കരുതിയിട്ട് അനാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. വലിയ പുഴയിൽ നിന്ന് ഉളു എടുക്കുകയാണെങ്കിൽ പോലും അനാവശ്യമായിട്ട് ഉളു എടുക്കരുതെന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ആവശ്യമില്ലാതെ 3-ലധികം തവണ ഉളുവിന്റെ അവയവങ്ങൾ കഴുകൽ നല്ലതല്ല എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. നമ്മൾ അനാവശ്യമായിട്ട് വെള്ളം എത്രയാണ് പാഴാക്കി കളയുന്നത്. അല്ലാഹു തആല നമ്മുടെ വെള്ളം വറ്റിക്കാൻ തീരുമാനിച്ചാൽ അതിന് അല്ലാഹു തആലക്ക് സാധിക്കില്ലേ? ഉപ്പ് വെള്ളമാക്കാൻ തീരുമാനിച്ചാൽ കഴിയുകയില്ലേ? പലയിടങ്ങളിലും ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? വെള്ളം കലങ്ങുന്നതും വെള്ളം പകർച്ചയാകുന്നതൊക്കെ. സൂറത്ത് മുൽക്കിൽ തബാറക്കയിൽ അല്ലാഹു തആല ചോദിക്കുന്നില്ല, കുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതികും ബിമാഇൻ മഈൻ, നിങ്ങളുടെ വെള്ളം ഒരു സുപ്രഭാതത്തിൽ അങ്ങ് ഭൂമിയിലേക്ക് ആണ്ടുപോയി വറ്റിപ്പോയി കഴിഞ്ഞാൽ ആര് കൊണ്ടുവന്ന് തരും നിങ്ങൾക്ക് വെള്ളം? നിങ്ങൾക്ക് കഴിയോ? ഇല്ല, ഒരിക്കലും കഴിയില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീനായ തമ്പുരാന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ തബാറക്കയുടെ അവസാനത്തിൽ പറയൽ സുന്നത്താണല്ലോ. അല്ലാഹു തആല പല സൂറത്തുകളിലായിട്ട് വെള്ളത്തെ കുറിച്ച് നമ്മൾ അടിക്കടിയായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ ഓർമ്മ നമുക്ക് എപ്പോഴും വേണം. അതിനനുസരിച്ച് നമ്മൾ ശുക്ർ ചെയ്യുകയും വേണം. അഫറഅയ്തും, നിങ്ങൾ പറഞ്ഞു തരൂ, അന്നാറ, തീയിനെ കുറിച്ച് പറഞ്ഞു തരൂ, അല്ലത്തി, എങ്ങനത്തെ തീയ്, തൂറൂന, നിങ്ങൾ കത്തിക്കുന്ന തീയിനെ കുറിച്ച് പറഞ്ഞു തരൂ, തുഖ്രിജൂന മിനശ് ശജറിൽ അഖ്ളർ, പച്ച മരത്തിൽ നിന്നും നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന, പുറത്തെടുക്കുന്ന തീയിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു തരൂ. പ്രബോധിത കാലഘട്ടത്തിൽ, സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ മരങ്ങള് ചില്ലകളൊക്കെ കൂട്ടി ഉരസിയിട്ടാണല്ലോ തീ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. സൂറത്ത് യാസീനിൽ നമ്മൾ പറഞ്ഞു. ആ സാഹചര്യം വെച്ചിട്ട് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മരത്തിൽ നിന്നാണെങ്കിൽ, അല്ലെങ്കിൽ തീ ഉൽപ്പാദിപ്പിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റു ഉപകരണങ്ങൾ,
അതിൽ നിന്ന് നിങ്ങൾ കത്തിച്ചെടുക്കുന്ന തീയിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരൂ. അഅൻതും അൻശഅതും ഷജറതഹ, നിങ്ങളാണോ അൻശഅതും നിങ്ങളാണോ പടച്ചത്, ഷജറതഹ ആ തീയ് ഉൾക്കൊണ്ടതായ തീയുള്ളതായ മരത്തെ പടച്ചത് നിങ്ങളാണോ? ഏത് മരങ്ങൾ? മറഹ് മരം, അഫാറ് മരം, കൽഹ് മരം, ഇതൊക്കെ കൂട്ടി ഉരസിയിട്ട് തീ ഉൽപ്പാദിപ്പിക്കാൻ അറബികൾ ഉപയോഗിക്കുന്ന മരങ്ങളാണ്. സൂറത്ത് യാസീനിൽ പറഞ്ഞു. ഇത്തരം മരങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളാണോ? ആ മരങ്ങളിൽ തീയിനെ വിക്ഷേപിച്ചത് നിങ്ങളാണോ? അതല്ല അം നഹ്നുൽ മുൻഷിഊന, നമ്മളാണോ ആ മരങ്ങളെ പടച്ചത്? നഹ്നു ജഅൽനാഹ, ആ തീയിനെ നമ്മളാക്കിയിട്ടുണ്ട്, തദ്കിറതൻ അനുസ്മരിപ്പിക്കുന്നതാക്കിയിട്ടുണ്ട്, ലിനാരി ജഹന്നം, ജഹന്നമിന്റെ അതിഗൗരവപ്പെട്ട തീയിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വസ്തുവാക്കിയിട്ട് നമ്മൾ ഈ തീയിനെ, ദുനിയാവിലെ തീയിനെ നമ്മളാക്കിയിട്ടുണ്ട്. വമതാഅൻ ലിൽ മുഖ്വീന ബുൽഗതൻ ലിൽ മുഖ്വീന, മുഖ്വീൻ എന്ന് പറഞ്ഞാൽ മുസാഫിരീൻ, യാത്രക്കാരായ ആളുകൾക്ക് അവരുടെ യാത്രക്ക് ആവശ്യമായ ഒരു വസ്തുവും ആക്കിയിട്ടുണ്ട്. യാത്രക്കാർക്ക് വലിയൊരു യാത്രയ്ക്ക് ആവശ്യമായ ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് തീയ്. ഒരു സാധനം, ഒരു ഒരുക്ക് സാധനമാണ് തീയ് അന്നത്തെ കാലത്ത്. എന്തുകൊണ്ട്? സഞ്ചരിക്കാൻ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ വെട്ടം വേണമല്ലോ, വെളിച്ചം വേണമല്ലോ. ഇന്നത്തെ പോലെ ടോർച്ചുകളോ മൊബൈലിന്റെ വെളിച്ചമോ ഒന്നുമില്ലല്ലോ. ചൂട്ട് കത്തിച്ചിട്ടല്ലേ അവർ പോയിരുന്നത്. അതാ പറയുന്നത് മിൻ അഖ്വൽ ഖൗം, അഖ്വൽ ഖൗമു എന്ന വാക്കിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. അതിന്റെ ഇസ്മു ഫായിലാണ് മുഖ്വീൻ, അതിന്റെ ജംആണ് മുഖ്വീൻ. ഐ സ്വാറു ബിൽ ഖിവ, അഖ്വൽ ഖൗമു എന്ന് പറഞ്ഞാൽ സ്വാറു ബിൽ ഖിവ, അവർ ഖിവയിലായി എന്നാണ്. ബിൽ ഖസ്രി ഖിവാ എന്ന് വൽ മദ്ദി, ഖിവാ എന്ന് മദ്ദ് കൊണ്ടുണ്ട്, ഹംസ ഇല്ലാതെ ഖിവ എന്ന് ഖസ്ർ കൊണ്ടുമുണ്ട്. അഖ്വൽ ഖൗമു എന്ന് പറഞ്ഞാൽ ആ ഖൗമ് ഖിവയിലായി. ഖിവ എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഖഫ്റു, ഖഫ്ർ മരുഭൂമി. വഹുവ മഫാസ, ഖഫ്ർ എന്ന് പറഞ്ഞാൽ മഫാസ മരുഭൂമി. മഫാസത്ത് എന്ന് പറഞ്ഞാൽ ലാ നബാത ഫീഹാ വലാ മാ, വെള്ളമോ ചെടികളോ ഒന്നുമില്ലാത്ത ഒഴിഞ്ഞ ഭൂമിക്കാണ് മഫാസത്ത് ഖഫ്ർ എന്ന് പറയുക. അപ്പൊ ഖഫറിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ, ഖഫറിലാവില്ല എപ്പോഴാണ്? യാത്രക്കാരാവുമ്പോഴാണ്. അല്ലാതെ ആരും മരുഭൂമി പോയിട്ട് വെറുതെ ഇരിക്കൂലല്ലോ, അവിടെ ആരും താമസിക്കില്ല. അപ്പൊ പിന്നെ ഒരുത്തൻ മരുഭൂമിയിലായി കഴിഞ്ഞാൽ അവൻ യാത്രക്കാരനാണെന്ന് ഉറപ്പിക്കാം, താമസക്കാരനല്ല. അതാണ് ഉദ്ദേശം. യാത്രക്കാർക്കുള്ള വലിയൊരു, അവർക്ക് വെളിച്ചം നൽകുന്ന വലിയൊരു വസ്തുവാക്കിയിട്ടും അല്ലാഹു തആല തീയിനെ മാറ്റിയിട്ടുണ്ട്. മഫാസത്ത്, ഫാസ യഫൂസു, അതിന്റെ ലർഫാണ് മഫാസത്ത്. ഫാസ വിജയിച്ചു, മഫാസത്ത് വിജയിക്കുന്ന സ്ഥലം എന്നാണ് നേരെ ഭാഷാർത്ഥം. ലിദ് കൊണ്ട് പേര് വെച്ചതാ. മരുഭൂമിയിൽ അകപ്പെട്ടാൽ വിജയിക്കുകയല്ല, മരുഭൂമിയിൽ കുടുങ്ങിപ്പോയാൽ പിന്നെ പരാജയമാണ്, നാശമാണ്. അപ്പൊ നേർ വിപരീതാർത്ഥം കൊണ്ട് പേര് വെക്കപ്പെട്ടതാണ്. നല്ല വിരൂപനായൊരു വ്യക്തിയെ, പരിഹാസപൂർവമാണെങ്കിലും നമ്മളൊക്കെ പറയാറില്ലേ സുന്ദരൻ എന്ന്, അതുപോലെ നേരെ ലിദ്ദിയത്ത് കൊണ്ടാണ് നമ്മളവിടെ അവനെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ ലിദ്ദിയത്ത് കൊണ്ട് പേര് വെക്കപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള തീയിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ തീ നരകത്തെ തീയിനെ അനുസ്മരിപ്പിക്കുന്ന തീയാക്കിയിട്ട് നമ്മൾ മാറ്റിയിട്ടില്ലേ? ആ തീ ഉൽപ്പാദിപ്പിക്കുന്ന മരങ്ങളെ നിങ്ങളാണോ നമ്മളാണോ പടച്ചത്? ഒന്നാലോചിക്കൂ. ഇതെല്ലാം കഴിവുള്ള റബ്ബ്, ഇതിനെല്ലാം കഴിവുള്ള റബ്ബ് സുബ്ഹാനഹു വ തആലയെ നമ്മൾ സ്മരിക്കണ്ടേ, ശുക്ർ ചെയ്യണ്ടേ? തീർച്ചയായും വേണം. അതുകൊണ്ട് ഫസബ്ബിഹ്, എടോ നീ പരിശുദ്ധിയെ വാഴ്ത്തണം, പരിശുദ്ധനാക്കണം. അല്ലെങ്കിൽ നബിയെ അങ്ങ് സബ്ബിഹ് നസ്സിഹ്, പരിശുദ്ധതയെ വാഴ്ത്തണം. ആരുടെ പരിശുദ്ധതയെ വാഴ്ത്തണം? ബിസ്മി റബ്ബിക, ബിസ്മി ഇസ്മു സായിദയാണ്, റബ്ബിക്കൽ അലീം, അങ്ങയുടെ മഹത്തായ ബഹുമാന്യനായ റബ്ബിനെ പരിശുദ്ധനാക്കണം. റബ്ബിനെ നമ്മൾ പരിശുദ്ധനാക്കിയിട്ട് വേണോ? നമ്മൾ പരിശുദ്ധനാക്കണം എന്ന് പറഞ്ഞാൽ റബ്ബ് ആൾറെഡി പരിശുദ്ധനാണ്. റബ്ബിന്റെ പരിശുദ്ധതയെ നമ്മൾ സമ്മതിക്കണം. അത് നമ്മൾ വാഴ്ത്തിക്കൊണ്ടേയിരിക്കണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം, പുകഴ്ത്തിക്കൊണ്ടേയിരിക്കണം. ഫസബ്ബിഹ്, നീ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കണം നിന്റെ റബ്ബിന്റെ, അദീമായ റബ്ബിന്റെ, അല്ലാഹി, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ നീ വാഴ്ത്തിക്കൊണ്ടേയിരിക്കണം. എന്നാൽ ഇസ്മിനെ സായിദാക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ മുഫസ്സിരീങ്ങളുണ്ട്. റബ്ബിനെ പരിശുദ്ധമാക്കുന്നത് പോലെ തന്നെ സബ്ബിഹ് ബിസ്മി റബ്ബിക, റബ്ബിന്റെ നാമത്തെയും
അള്ളാഹുവിൻ്റെ തിരുനാമങ്ങളെ, എല്ലാ നാമത്തെയും നമ്മൾ പരിശുദ്ധമാക്കണം, അതിനെ നമ്മൾ ബഹുമാനിക്കണം, അതിൻ്റെ പരിശുദ്ധിയെ നമ്മൾ വാഴ്ത്തിക്കൊണ്ടേയിരിക്കണം, സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അള്ളാഹു തആല എത്ര പരിശുദ്ധനാണ്, എത്ര കഴിവുറ്റവനാണ്. ഒരു നുക്സാനും ഒരു വീഴ്ചയും ആ റബ്ബിനിക്കില്ല. നമ്മൾ നിത്യമായി ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഉപഭോഗ വസ്തുക്കളാകുന്ന വെള്ളം, തീയ്, നമ്മളെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികൾ, കൃഷികൾ, നമ്മളെ തന്നെ, നമ്മുടെ ഉത്ഭവം, ഒരു നുത്ഫത്തിൽ നിന്നുണ്ടാകുന്ന നമ്മൾ, ഇതെല്ലാം എത്ര അത്ഭുതകരമായ ആശ്ചര്യകരമായ രീതിയിൽ ഒരു വീഴ്ചയും കുറവുമില്ലാതെ സൃഷ്ടിച്ച റബ്ബ് എത്ര ശുദ്ധനാണ്, പരിശുദ്ധനാണ്, ഒരു കുറവുമില്ലാത്തവൻ. സുബ്ഹാനകല്ലാഹുമ്മ, സുബ്ഹാനല്ലാഹ്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.